ഹായ് കൂട്ടുകാരെ, 2023 നടന്ന SSLC ഫൈനൽ മാത്തമാറ്റിക്സ് എക്സാമില് നമ്മളുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബുള്ളറ്റിന്റെ ക്വസ്റ്റ്യൻ ബുക്കിലെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓക്കെ, ഇന്ന് സെക്കൻഡ് ഡിഗ്രി ആണെന്ന് എങ്ങനെ മനസ്സിലായി എന്ന് നോക്കാം. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. അതേപോലെ ഓർക്കുക, ക്വസ്റ്റ്യൻസ് കിട്ടാനായിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിൽ നോക്കിയാൽ മതി. ആ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഏഴാമത്തെ ചോദ്യത്തിൽ ഫൈൻഡ് ദ ലെങ്ത്സ് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി റെക്ടാംഗിൾ. ഒരു റെക്ടാംഗിള് അതിന്റെ റെക്ടാംഗിളിന്റെ ലെങ്തും തന്നോ ബ്രെഡ്ത്തും തന്നോ എന്ന് വിചാരിക്കാം. സോറി, ഈ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ അല്ലെ, പെരിമീറ്റർ 80. അതായത് പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എല്ലും ബിയും കൂടെ കൂട്ടി എന്താണ് അത്, സോറി, പെരിമീറ്റർ തന്നിട്ടുണ്ട് നമുക്ക്. എത്രയാണ്? 80 സെന്റിമീറ്റർ എന്നാണ് തന്നേക്കുന്നത്. അപ്പൊ ലെങ്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടിയാൽ നേരെ അതിന്റെ പകുതി കിട്ടുമെന്ന് ഓർത്തു വെക്കുക. കിട്ടിയോ? അതായത് 2 × L + B എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ആണ് സാധാരണ പെരിമീറ്ററിന് പഠിക്കുന്നത്. 2 × L + B ആണ് 80. അങ്ങനെയാണെങ്കിൽ ഈ 2 ഇതുമായിട്ട് വെട്ടും 40. അതായത് ശരിക്കും ലെങ്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 40 കിട്ടും നടക്കും. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. കണക്ക് ചെയ്യാനുള്ള എളുപ്പം അതാണ്. കിട്ടിയോ? ഈ ചോദ്യം കഴിഞ്ഞ എക്സാമുകളിലും, അതായത് ഫൈനൽ എക്സാമുകളിലും സെയിം പാറ്റേണിലുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോ സീരീസ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിലെ വീഡിയോ സീരീസ് എടുത്ത് പരിശോധിച്ചാൽ ഈ നമ്പേഴ്സ് മാത്രമേ മാറിയിട്ടുള്ളൂ. അല്ലാതെ ഈ ടൈപ്പ് ചോദ്യം കുറേ എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടിയാൽ 40 കിട്ടുമെന്ന് മനസ്സിലായി. അതേപോലെ ലെങ്തും ഏരിയ ആണ് പിന്നെ തന്നേക്കുന്നത്. ലെങ്തും ബ്രെഡ്ത്തും കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 351 കിട്ടും സെന്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ ആണ്? ഇത് രണ്ടും നമുക്ക് ചോദ്യത്തിൽ തന്നിട്ട് ലെങ്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാൻ പറയും. ഈ റെക്ടാംഗിളിന്റെ ലെങ്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, അപ്പൊ നമുക്കത് അങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ലെങ്ത് ബ്രെഡ്ത്തും കൂടെ കൂട്ടിയാലാണ് 40, ശരിയല്ലേ? അപ്പോൾ ലെങ്ത് ഈസ് ഈക്വൽ ടു 40 മൈനസ് ബ്രെഡ്ത്ത് എന്ന് എഴുതാം, ശരിയല്ലേ? ആ ലെങ്തിന്റെ നീളം ഇതിനകത്തേക്ക് കൊടുക്കുന്നു. അതായത് 40 മൈനസ് ബ്രെഡ്ത്ത് ഇൻറ്റു ബി ഈക്വൽ ടു 351. ക്ലിയർ അല്ലേ? ബി കൊണ്ട് അകത്തോട്ട് ഗുണിക്കുന്നു. അപ്പൊ 40b മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു 351. ഓക്കെ, ബി സ്ക്വയർ ആദ്യം വരാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? മൈനസ് കൊണ്ട് മൊത്തത്തിൽ ഇൻഡ് ചെയ്യുന്നു. ഇതിനെ മൈനസ് കൊണ്ട് ഇൻഡ് ചെയ്യുന്നു, ഇതിനെ മൈനസ് കൊണ്ട് ഇൻഡ് ചെയ്യുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല. ബി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വെറും ബി സ്ക്വയർ ആവും. വെറും 40b എന്നുള്ളത് മൈനസ് 40b ആകും. ഈക്വൽ ടു ഇവിടെ മൈനസ് 351 എന്നാവും. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ വന്നു കഴിയുമ്പോൾ സ്ക്വയർ ഫില്ലിംഗ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ. അതുകൊണ്ട് നമുക്കൊന്ന് സ്ക്വയർ ഫില്ലിംഗ് എന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോ ഈ ബി സ്ക്വയർ അതേപോലെ എഴുതാം, മൈനസ് 40ബിയും അതേപോലെ എഴുതാം. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഈ 40യുടെ നേരെ പകുതി എടുക്കുക. 40യുടെ നേരെ പകുതി എത്ര? 20 അല്ലേ? ആ 20യുടെ സ്ക്വയർ വെച്ചിട്ട് ഈ സമത്തിന് അപ്പുറവും ഇപ്പുറവും എന്ത് ചെയ്യണം? കൂട്ടണം. 20യുടെ സ്ക്വയർ വെച്ചിട്ട് സമത്തിന് അപ്പുറവും ഇപ്പുറവും കൂട്ടണം. അപ്പം കൂട്ടാം. 20 സ്ക്വയർ ഈക്വൽ ടു മൈനസ് 351 പ്ലസ് 20 സ്ക്വയർ, ശരിയല്ലേ? ഇനി നമ്മൾ ബി സ്ക്വയറിൽ നിന്നും ബിയും 20യുടെ സ്ക്വയറിൽ നിന്നും 20യും മാത്രം എടുക്കുന്നു. എന്നിട്ട് ഇവിടുത്തെ 40ബിയുടെ ചിഹ്നം മൈനസ് ആയതുകൊണ്ട് നടുക്ക് മൈനസ് കൊടുക്കുന്നു. ഹോൾ സ്ക്വയർ എഴുതുന്നു. ക്ലിയർ ആണോ? അങ്ങനെയൊക്കെ എടുത്ത് ബി സ്ക്വയറിൽ നിന്ന് ബി എടുത്തു, 20 സ്ക്വയറിൽ നിന്ന് 20 എടുത്തു, 40ബിയുടെ ചിഹ്നം മൈനസ് ആയതുകൊണ്ട് നടുക്ക് മൈനസ് കൊടുത്തു. എന്നിട്ട് ഹോൾ സ്ക്വയർ എഴുതും. ഈക്വൽ ടു ഇപ്പുറത്ത് മൈനസ് 351 പ്ലസ് 20ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 400 ആണ്. 400 351ന്റെ കൂടെ 49 കൂട്ടിയെങ്കിൽ മാത്രമേ 400 കിട്ടത്തുള്ളൂ, ശരിയല്ലേ? അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 400 ആയിരിക്കും. സോ ബി 49 ആയിരിക്കും. ബി മൈനസ് 20 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 49.
ബി മൈനസ് 20 ഈസ് ഈക്വൽ ടു 7. ശരിയല്ലേ? 49നെ നമുക്ക് 7 സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ ലെങ്തുകൾ ആയതുകൊണ്ട് +7 അങ്ങ് എടുക്കണം, -7 എടുക്കുന്നില്ല. ഓക്കെ, അതായത് -7 സ്ക്വയർ എന്ന് എഴുതിയാലും 49 കിട്ടും, +7 സ്ക്വയർ എന്ന് എഴുതിയാലും 49 കിട്ടും. ലെങ്ത് ആയതുകൊണ്ടാണ് +7 സ്ക്വയർ നമ്മൾ എടുത്തേക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ 49നെ നമുക്ക് 7 സ്ക്വയർ എന്ന് സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ b-20 എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ, നോക്കൂ, ഏതോ ഒരു സംഖ്യയിൽ നിന്ന് 20 കുറയ്ക്കുമ്പോൾ 7 കിട്ടി അല്ലെ? ശരിക്കും 27ൽ നിന്ന് 20 കുറച്ചാലല്ലേ 7 കിട്ടത്തുള്ളൂ. ഏതോ ഒരു സംഖ്യയിൽ നിന്നും 20 കുറച്ചെങ്കിൽ മാത്രമേ 7 കിട്ടത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ സംഖ്യ b = 27 ആണ്. കിട്ടിയോ? സംശയമുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ബി എടുത്ത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം അല്ലെ? ലെങ്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടുമ്പോ എത്രയാണ്? 40 അല്ലേ? അപ്പൊ ലെങ്തിന്റെ കൂടെ 27 കൂട്ടിയപ്പോ 40 കിട്ടിയെങ്കിൽ L എത്രയാണ്? L 27ഉം 3ഉം 30 വരുമ്പോ 13 എന്ന് കിട്ടും. കിട്ടിയോ? ഇപ്പൊ രണ്ടിന്റെയും ഇത് കിട്ടിയേ. ഇവിടെ ബ്രെഡ്ത്ത് 27, ലെങ്ത് 13 ആണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ലെങ്ത്, അതിന്റെ ലെങ്തുകൾ ചോദിച്ചേക്കുന്നുണ്ട്. അപ്പൊ 27 സെന്റിമീറ്റർ ആൻഡ് 13 സെന്റിമീറ്റർ എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇവിടെ കിട്ടിയല്ലോ. ഇത്രയേ ഉള്ളൂ സംഭവം. ഈ കണക്ക് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ലെങ്തും ബ്രെഡ്ത്തും, അതായത് പെരിമീറ്ററും ഏരിയയും തന്നിട്ട് നമ്മളോട് കണക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? എളുപ്പമല്ലേ? ഇത്രയേ ഉള്ളൂ.